ഓഷോ പാശ്ചാത്യ രാജ്യത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓഷോ രജനീഷ് എന്ന്. ഒരു ദിവസം പൂനെയിലെ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കൂടിയ ആളുകളെ, പ്രഭാഷണത്തോടൊപ്പം തന്നെ അവിടെ കൂടിയ ആളുകളെ അദ്ദേഹം ഭയങ്കരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് അതിൽ ഒരാള് ഒരു എന്താ പറയുക, ചെറിയൊരു മാനസിക വൈകല്യം ബാധിച്ച പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു കുറച്ചുകൂടെ വ്യക്തിയായി പറഞ്ഞാൽ ഒരു ബോൾട്ട് കമ്മിയായ പോലെ. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പെൺകുട്ടിയുടെ ഒരു ചിത്രം ഉണ്ടായിരുന്നു. ആ ചിത്രം കരയുകയും അതിൽ ചുംബിക്കുകയൊക്കെ ചെയ്യാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം അവിടെ ഓഷോ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. പിന്നെ അവിടെ തന്നെ വേറൊരു മുഴുഭ്രാന്തനെയും കൂടി ഇയാള് വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ മുഴുഭ്രാന്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ചുമരിലും മറ്റും തലയിങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം അദ്ദേഹം അടുപ്പിച്ചിങ്ങനെ പ്രഭാഷണം കേൾക്കാൻ വന്നു. അപ്പൊ ഈ പതിവ് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഷോന്റെ നർമ്മം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. അപ്പോൾ ഒരു ദിവസം ഓഷോന്റെ അടുത്ത് അയാൾ ചോദിച്ചു, രണ്ടുപേരെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെന്ന് അദ്ദേഹത്തിന് ഭയങ്കര വേവലാതിയായിരുന്നു. ഒരുത്തനെ കൊണ്ട് അപ്പം ഓഷോന്റെ അടുത്ത് ചോദിച്ചു, ആ ചെറിയ ഒരു ബോൾട്ട് പോയവന് എങ്ങനെയാണ് ഭ്രാന്ത് പിടിച്ചതെന്ന്. അപ്പോൾ ഓഷോ പറഞ്ഞു, ആളിനെ ഒരു 10 വർഷമായിട്ട് ഒരു പെൺകുട്ടി പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. അവള് ചതിച്ചു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചിട്ട് പോയി. അതുകൊണ്ടാണ് അയാള് ഒരു ബോൾട്ട് അയാളുടെ വിട്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് പകുതി സമാധാനമായി. കുറച്ച് ദിവസമായിട്ട് ഇത് എന്താണെന്ന് അറിയാതെ ആൾക്ക് ഭയങ്കര വേവലാതിയായിരുന്നു. പിന്നീട് അയാൾ ചോദിച്ചു, അപ്പൊ മുഴുഭ്രാന്തൻ മുഴുവട്ടനെ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു. അതുപോലെ ഓഷോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹം 10 വർഷം പ്രണയിച്ച ആളിനെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ആൾക്ക് ഭ്രാന്തായതെന്ന് അയാളുടെ അടുത്ത് പറഞ്ഞു. ഈ ഓഷോന്റെ പ്രഭാഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓഷോ